guys, welcome to my YouTube channel. This is me Vishnumaya and welcome to my Logam. സോ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇന്ന് എനിക്ക് ലീവാണ് ആൻഡ് കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്. സോ ഐ തോട്ട് ഓഫ് ടേക്കിംഗ് യു ഗൈസ് ത്രൂ ഇറ്റ്. ഞാൻ രാവിലെ എണീറ്റപ്പം മുതൽ എടുക്കണം എന്നായിരുന്നു എൻ്റെ പ്ലാൻ ഇന്നലെ രാത്രി. പക്ഷേങ്കിൽ എണീറ്റപ്പോൾ ഞാൻ മറന്നുപോയി കാര്യം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു അയ്യോ ഞാൻ എടുത്തില്ലല്ലോ എന്ന്. പിന്നെ ഇപ്പം ഇവിടെ 12 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഐ തോട്ട് ഓക്കെ ഇപ്പം മുതൽ ബാക്കി ദിവസം എങ്ങനെയാണ് പോകുന്നതൊക്കെ കാണിക്കാമെന്ന്. സോ ഇനി പോയിട്ട് ഞാനൊന്ന് കുളിക്കണം, എൻ്റെ സ്കിൻ കെയർ, ഹെയർ കെയർ ഇതൊക്കെ ചെയ്യണം. ആകെ ഒരു ദിവസം ലീവ് കിട്ടുന്നത്. ആ ലീവുള്ള ദിവസമാണ് ഇതിനൊക്കെ സമയം കിട്ടാറ്. എൻ്റെ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ കഴിഞ്ഞിട്ട് വരാം. അങ്ങനെ ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞപ്പം നേരെ ആവാറായി. ഇനി റെഡി ആവണം. ഒരു 2 മണിക്കെങ്കിലും എത്തിയിട്ടില്ലെങ്കിൽ അവിടെ ഫുഡ് തീർന്നു പോകും. സോ ഡ്രസ് ചെയ്തിട്ട് വരാം. ഓക്കെ. സോ ഞാൻ അങ്ങനെ റെഡിയായി. ഇനിയിപ്പം ഇറങ്ങണം. മിക്കവാറും ടാക്സിയിലായിരിക്കും പോവുക. സമയം ഇവിടെ 2 മണി കഴിഞ്ഞു. 2:15 ടാക്സിയിൽ പോവും. എന്നിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ദെൻ വിൽ ടേക്ക് എ മെട്രോ ആൻഡ് ദെൻ വിൽ ഗോ ടു അവർ ഡെസ്റ്റിനേഷൻ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇറങ്ങിയാലോ? മുടി ഉണങ്ങാൻ തുടങ്ങിയ മുടി കെട്ടിയില്ല, കെട്ടണം എന്നുണ്ട്. ബിക്കോസ് നല്ല ചൂടാ പുറത്ത്. ഒരു ലോഡ് സൺസ്ക്രീനും തേച്ചിട്ടുണ്ട്. സോ എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇതായിരുന്നു. ഒരു കോട്ട് സെറ്റാണ്. ഞാൻ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് വാങ്ങിയതാണ്. ആൻഡ് ദെൻ വി വെൻ ടു റാവിസ് ഇൻ ബുർജുമാൻ. അവിടുത്തെ മീൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫിഷ് കറി, സാമ്പാർ. നന്ന സാധനം മമ്മി? ഫിഷ് ഫ്രൈ. എന്ത് ഫിഷ് അത്? മത്തി പറഞ്ഞു. മത്തിയാ തോന്നുന്നു. പിന്നെ ഇതെന്തൊരു സാധനം? ഉപ്പേരി. അതും എന്തൊരു സാധനം? അത് ചട്നി. അത് അച്ചാറ്, പപ്പടം. പിന്നെ ഫിഷ് ഫ്രൈയും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ. ഇനി ഒരു ഫിഷ് ഫ്രൈ വരാനുണ്ടോ? ആ കൊഴുവ ഫ്രൈയും വന്നിട്ട്. കൊഴുവല്ല മമ്മി? ആ കൊഴുവ ഫ്രൈയും വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം. സാധനം എടുത്ത് ഈ യൂട്യൂബ് തുടങ്ങിയ സമയമായതുകൊണ്ട് എനിക്ക് ഈ പബ്ലിക്കായിട്ട് സംസാരിക്കാൻ ഭയങ്കര ചമ്മലായിരുന്നു. എന്നിട്ടും ഞാൻ മൈക്കൊക്കെ വെച്ച് എന്തൊക്കെയോ സംസാരിച്ചു. പക്ഷേങ്കിൽ എൻ്റെ ഭാഗ്യക്കേടിന് ഇതൊന്നും റെക്കോർഡായില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ വോയിസ് ഓവർ ഇരുന്ന് ഇതിനൊക്കെ ചെയ്യുന്നത്. പിന്നെ അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. പബ്ലിക്കായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല, പിന്നെ എനിക്കൊന്ന് ശീലാവുക. അതുകൊണ്ട് പിന്നെ രണ്ടും കൽപ്പിച്ച് ചെയ്തതാണ്. ഞങ്ങൾ സെൻറ്റർ പോയിന്റിലേക്കാണ് പോകുന്നത് ബർജുമെന്ന്. സോ അത് കഴിഞ്ഞിട്ട് മെട്രോ ഒക്കെ എടുത്തു. നല്ല രസമായിരുന്നു. ബിക്കോസ് ആ സൈഡിലേക്ക് ടണലാണ്. ഒരു എയർപോർട്ട് എത്തുന്ന അവിടെ വരെ ടണലാണ്, അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ്. അങ്ങനെ ഞങ്ങൾ മിർദിഫ് സിറ്റി സെൻറ്റർ എത്തി. ബസ്സൊക്കെ പിടിച്ചിട്ടാണ് മിർദിഫ് എത്തിയത്. റഷീദിയന് മെട്രോന്ന് ബസ് എടുത്തു. എന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് സച്ച് എ ഗുഡ് എക്സ്പീരിയൻസ്. കുറേ നടന്നു ബേസിക്കലി. എന്നിട്ട് ഞങ്ങൾ കുറേ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. ക്യൂട്ടായി സാധനങ്ങളൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് പാണ്ടിയുണ്ട് ഇവിടെ, കണ്ടോ? ആൻഡ് ദിസ് ഇസ് സോ ക്യൂട്ട്. സീ, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ഈ സാധനം. ഇവിടെ ഇങ്ങനെ കുറേ കൂട്ടുകൂട്ടം. ഇത് മോമോസുമാണ്. ഇവിടെ കുറേ കൂട്ടുകൂട്ട സ്റ്റഫ് കാണും. ദിസ് ഇസ് ഓൾസോ പ്രിറ്റി. എനിക്ക് പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതുപോലെ തന്നെ വേറെ ഒന്നും കൂടെ ഉണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും ക്യൂട്ട് ഈ പെൻഗ്വിൻ കപ്പ് തന്നെയാണ്. ഓ ലുക്ക് അറ്റ് ദിസ് ക്യൂട്ട് ലിറ്റിൽ പെൻഗ്വിൻ. ഹൗ ക്യൂട്ട് ഇസ് ദിസ്? ഈ കുട്ടി. അയ്യോ, ഇവിടെയും പെൻഗ്വിൻ ഉണ്ട്. വെയിറ്റ്, ഐ ലൈക്ക് ദിസ് മഞ്ഞ ഡക്ക്. മഞ്ഞ ഡക്കും എൻ്റെ ഫേവറേറ്റ് ആണ്. പെൻഗ്വിൻസ് ആർ ഓൾസോ മൈ ഫേവറേറ്റ്. ഇത് ക്യൂട്ടായിട്ടുണ്ട് അല്ലേ? എന്ത് ക്യൂട്ടാ സാധനം. they have this white duck as well. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർട്ട് അന്വേഷിച്ച് പോയി. ദൈപൂരിയും കോഫിയും മമ്മിയും. എൻ്റെക്കാളും ഷോപ്പിംഗ് ചെയ്യാൻ ഇഷ്ടം മമ്മിക്കാണ്. അപ്പം ഇങ്ങനെ ഏതെങ്കിലും ഡ്രസ്സിൻ്റെ കട കാണുമ്പം മമ്മി കയറും, മേക്കപ്സിൻ്റെ കട കാണുമ്പം ഞാൻ കയറും. അങ്ങനെയാണ് ഞങ്ങളുടെ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്. ഇവിടെ ഇപ്പം ബാക്ക് ടു സ്കൂൾ സീസൺ ആയതുകൊണ്ട് കുറേ കുട്ടികളുടെ ബാഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെറുതെ കാണാൻ നല്ല രസമാണ്. അപ്പം അതൊക്കെ ഇങ്ങനെ നോക്കി നടന്നു. പിന്നെ ഒരു 9 മണി ആയപ്പോഴത്തേക്കും റിട്ടേൺ അടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബസ്സിനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ബസ്, മെട്രോ
ബസ് വെയിറ്റ് ചെയ്ത് ഇരുന്നപ്പം ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന കാണാൻ പറ്റി അവിടെ നിന്ന്. ഭയങ്കര രസമായിരുന്നു. ലൈക്ക് ഞാൻ ആദ്യമായിട്ട് ഇത്ര അടുത്തുനിന്ന് കാണുന്നത്. അപ്പം അത് ഇപ്പുറത്ത് ക്രോസ് ചെയ്യുന്നതിലേക്ക് കുറച്ചുകൂടി അടുത്തേക്കായി. അപ്പം ശരിക്കും ലാൻഡ് ചെയ്യുന്ന കാണാൻ പറ്റുമായിരുന്നു. ഞാൻ സൂം ചെയ്തിട്ട് എടുക്കാൻ നോക്കി, എത്രത്തോളം വന്നു എന്നറിയാം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ലോങ് ഡേ കഴിഞ്ഞു. ഞാൻ വീട്ടിലെത്തി. ഇപ്പോൾ ഓൾമോസ്റ്റ് 10:15 ആയി. നമ്മൾ എപ്പോൾ ഇറങ്ങിയതല്ലേ? ഉച്ചക്ക് ഒരു 2:15 ആകുമ്പോൾ അല്ലേ നമ്മൾ ഇറങ്ങിയത്? എനിക്കിപ്പോഴാണ് ഞാൻ വന്നത്. ഓഫ്, ഇറ്റ് വാസ് എ ലോങ് ഡേ. യൂഷ്വലി ഇങ്ങനെ ലോങ് ഒന്നും ആയിരിക്കത്തില്ല. ഞാൻ അധികവും ഒരു ലേസി വീക്ക് ഡേ ആണ്, ഐ മീൻ വീക്ക് ഓഫാണ് എൻ്റെത്. ബിക്കോസ് ബാക്കി എല്ലാ ദിവസവും പുറത്ത് പോകുന്നുണ്ടല്ലോ, ആകെ ഒരു ദിവസമല്ലേ ലീവ് കിട്ടുക. അപ്പം കിടന്നുറങ്ങും, ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെയായിരിക്കും. പിന്നെ ഇപ്പോൾ പുറത്ത് നല്ല ചൂടായതുകൊണ്ട് വീട്ടിൽ തന്നെയായിരിക്കും. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ കരാമ സൈഡ് ഇല്ലെങ്കിൽ ബുർജുമൻ അങ്ങോട്ടൊക്കെ പോകും. ബിക്കോസ് ന്യൂ ഇയർ ആണ് ഇവിടെ നിന്ന്. ആൻഡ് മൃദു സിറ്റി സെൻറ്റർ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാൻ ഇതുവരെയും പോയിട്ടില്ല. അപ്പം അത് അവിടെയും പോകാമെന്ന് വിചാരിച്ചു. ഇറ്റ് വാസ് നൈസ്, ഇറ്റ് വാസ് ഫൈൻ. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചായിരുന്നു. എൻ്റെ ഫോണിന് ചാർജ് ഉണ്ടായിരുന്നില്ല അതൊക്കെ ഷൂട്ട് ചെയ്യാൻ. ഞാൻ ബിക്കോസ് ഇതൊക്കെ പഠിച്ചു വരുന്നില്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പുറത്ത് പോയിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ചമ്മലുണ്ട്. മാറിക്കോളുമായിരിക്കും, സ്റ്റാർട്ടിങ് അല്ലേ. എല്ലാവർക്കും അതുപോലത്തെ അവസ്ഥയിലൂടെ എല്ലാ യൂട്യൂബേഴ്സും ഒരു പോയിന്റിൽ കടന്നു പോയിട്ടുണ്ടാവണം അല്ലേ. ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കംഫർട്ടബിളാണ്. പുറത്തിറങ്ങിയിട്ട് ഞാൻ എന്തൊക്കെയോ ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും അത് അറ്റാച്ച് ചെയ്യാം. പിന്നെ ഓരോന്ന് ചെയ്തിട്ടല്ലേ നമ്മൾ ഓരോന്ന് പഠിക്കുക. അപ്പോൾ പഠിക്കുമായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. ഇഫ് യു എൻജോയ് പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ മായ ലോകം. അപ്പം അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. ടിൽ ദെൻ ബൈ ബൈ.